ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ സരസ്വത്യേ നമ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ ത്രിപുരസുന്ദര്യേ നമ. സൗന്ദര്യലഹരി മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമഃ. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമ. ഹരി ശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. നമ്മൾ 10ാമത്തെ ശ്ലോകം കണ്ടു. 10ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ഈ 72,000 നാഡികളെയും ആ അമൃതധാര കൊണ്ട് നനച്ചിട്ട് ഭഗവതി അമൃതാധിക്യമായ കാന്തിയോടുകൂടി സഹസ്രദള കമലത്തിൽ ശ്രീചക്രരൂപമായി സ്ഥിതി ചെയ്യുന്നതുമായ ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് തിരികെ തൻ്റെ, അതായത് ദേവിയുടെ ആവാസസ്ഥാനമായ മൂലാധാര ചക്രത്തെ പിന്നെയും പ്രാപിച്ചിട്ട് 3.5 ചുറ്റോടു കൂടിയ മണ്ഡലാകൃതിയിലുള്ള സർപ്പത്തിന് സദൃശമായ രൂപത്തെ ധരിച്ചിട്ട് മധ്യത്തിൽ സുഷുമ്നാരന്ധ്രത്തോടു കൂടിയതും മൂലാധാര ചക്രത്തിലുള്ളതുമായ മൂലകന്ധത്തിൽ ഉറങ്ങുന്നു എന്ന് പറഞ്ഞു. നമ്മൾക്ക് 11ാമത്തെ ശ്ലോകം കാണാം. ശ്രീചക്രത്തിൻ്റെ സ്വരൂപ വർണ്ണനയാണ്. സ്വരൂപം എന്താണെന്ന് ഇവിടെ പറയുന്നത്. ചതുഭി ശ്രീകണ്ഠൈ ശിവയുപതിഭി പഞ്ചഭിരഭി പ്രഭിന്നാഭി ശംഭോർനവഭിരവിമൂലപ്രകൃതിഭി ചതുശ്ചത്വാരിംശദ്വസുദളകലാശ്രത്രിവലയ ശ്രീരേഖാഭിः സാർദ്ധം തവ ശരണകോണാ പരിണതാഃ. പദച്ഛേദം ചെയ്യാം. ചതുർഭിഃ ശ്രീഖണ്ഡൈഃ ശിവയുവതിഭിः പഞ്ചഭിः അഭി പ്രഭിന്നാഭിः ശംഭോർ നവഭിः അഭി മൂലപ്രകൃതിഭിः ചതുശ്ചത്വാരിംശത് വസുദളകലാശ്രത്രിവലയ ത്രിരേഖാഭിः സാർദ്ധം തവ ശരണകോണാഃ പരിണതാ. ഇവിടെ ചതുർഭി ശ്രീഖണ്ഡൈഃ 4 ശിവചക്രങ്ങളെ കൊണ്ട് ശംഭോ ശിവചക്രത്തിൽ നിന്ന് പ്രഭിന്നാഭി വ്യത്യസ്തങ്ങളായ പഞ്ചഭി ശിവയുപതിഭി 5 ശക്തിചക്രങ്ങളെ കൊണ്ടും 4 ശിവചക്രങ്ങളെ കൊണ്ടും 5 ശക്തി പറഞ്ഞ ദേവി ശക്തിചക്രങ്ങളെ കൊണ്ടും നവഭി അങ്ങനെ 9 ചക്രങ്ങൾ. പിന്നെ മൂലപ്രകൃതിഭി അഭി പ്രപഞ്ചമൂല കാരണങ്ങളെ കൊണ്ടും തവ നിന്തിരുവടിയുടെ ശരണകോണാഹ ബിന്ദുസ്ഥാനമാകുന്ന ശരണമന്ദിരം, അതായത് സഹസ്രാരത്തിൽ ആ ബിന്ദുവിൽ സഹസ്രദള പത്മത്തിൽ ആണ് ഭഗവതി ഇരിക്കുന്നത് എന്ന്. അങ്ങനെ ശരണവും കോണങ്ങളും, അതായത് കോണുകളുണ്ട്. പിന്നെ വസുദള കലാശ്ര ത്രിവലയ, പിന്നെ ത്രിവലയങ്ങളുണ്ട്. ത്രിരേഖാഭിസാർദ്ധം 8 പത്മമുണ്ട്. 16 പത്മമുണ്ട്. മേഖലാത്രയമുണ്ട്. ഭൂപുരത്രയം എന്നിവയോടുകൂടി പരിണതാഹ പരിണമിച്ചവയായിട്ട് ചതുശ്ചത്വാരിംശത് 44 ഭവിക്കുന്നു എന്തെന്ന് ശ്രീചക്രത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഹേ ഭഗവതി, ശിവാത്മകങ്ങളായ 4 ചക്രങ്ങൾ, പിന്നെ ഇവയിൽ നിന്ന് ഭിന്നങ്ങളായിട്ട് ശക്തിയാത്മകങ്ങളായ 5 ചക്രങ്ങൾ. ഇപ്രകാരം പ്രപഞ്ചമൂല കാരണങ്ങളായ 9 ചക്രങ്ങളാൽ, ഇത് രണ്ടും കൂടി ചേർന്നിട്ടാണ് 9 ചക്രങ്ങൾ, നിന്തിരുവടി ആവാസ മന്ദിരമായ ബിന്ദുസ്ഥാനത്ത്, അതായത് ശ്രീചക്രത്തിൻ്റെ മധ്യത്തിൽ നോക്കിയാൽ കാണാം ഒരു ബിന്ദു. പിന്നെയുണ്ട് കോണുകൾ, പിന്നെയുണ്ട് അഷ്ടദളം, പിന്നെയുണ്ട് 16 ഷോഡശദളം, പിന്നെയുണ്ട് 3 വൃത്തം, പിന്നെയുണ്ട് ഭൂപുരത്രയം. ഭൂപുരത്രയം എന്ന് പറഞ്ഞാൽ 4 ഭാഗത്ത് വാതിലുകളോട് കൂടിയ ഒരു അതിന് ഭൂപുരത്രയം എന്നാണ് പറയുക.
അങ്ങനെ പരിണമിച്ചിട്ട് 44 ഭവിക്കുന്നു എന്ന്. 43 പിന്നെ ഒരു ബിന്ദുവും കൂടിയാണ് 44 ഭവിക്കുന്നത്. ലളിത മഹാത്രിപുര സുന്ദരിയാണ് ശ്രീചക്രദേവതയായ പാർവതി. ശാക്തേയ രൂപത്തിൽപ്പെട്ടതാണ്, അതായത് ദേവിയെ ബന്ധപ്പെടുത്തി പറയുന്നതാണ് ശ്രീയന്ത്രത്തെപ്പറ്റി നമ്മൾ കണ്ടിട്ടുണ്ടാവും, കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് മഹാമേരു പർവ്വതത്തെയാണ് എന്നത്. ഭൂമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെ. ഇവിടെ പറയുന്നത് ശിവശക്തിയാത്മകമായിട്ട് മൊത്തം ഇതിനെ പറയുന്നത് 43 ത്രികോണങ്ങൾ, പിന്നെ ഒരു ബിന്ദു, അങ്ങനെ മൊത്തം 44. പിന്നെ അഷ്ടദള പത്മം, പിന്നെ 16 ദളപത്മം, ഷോഡശദള പത്മം, പിന്നെ 3 വളയം, അഷ്ടദള പത്മവും പിന്നെ ഷോഡശദള പത്മവും പിന്നെ 3 വളയവും പിന്നെ 4 ഭൂപുരത്രയം, 4 വാതിലുകളോട് കൂടിയതാണ്. അതിനാണ് 4 എന്ന് പറഞ്ഞത്. നാലാമത്തതായിട്ട് 4 വാതിലുകളോട് കൂടിയ 4 ഭൂപുരത്രയം ആണ് ശ്രീചക്രത്തിൻ്റെ മൊത്തമായിട്ടുള്ള ഇത്. ബിന്ദു എന്ന് പറയുന്നത് ശിവശക്തിയാത്മകമായിട്ടുള്ള അവിടെയാണ് ഭഗവതി വസിക്കുന്നത്. ശ്രീവിദ്യ ഉപാസകന്മാരെല്ലാം ശ്രീചക്രത്തെ ഉപാസിക്കുന്നുണ്ട്. ഇവിടെ ആദ്യത്തെ 5 ത്രികോണവും 4 ത്രികോണങ്ങളെ പറ്റി പറഞ്ഞു. 4 ത്രികോണം ദേവൻ്റെയും 5 ത്രികോണം അമ്മയുടെയും ആയിട്ട് 9 ത്രികോണത്തിലാണ് അവർ ഇരിക്കുന്നത്. അതിന് കൂടാതെ അതും ബിന്ദുവും കൂടി 10 ആവും. അത് എല്ലാ രക്ഷയും നൽകുന്നു അവിടെ ഉപാസിച്ചാൽ. പിന്നെ 10 ചെറിയ ത്രികോണങ്ങളുണ്ട്, എല്ലാ അർത്ഥങ്ങളെയും സാധിപ്പിച്ചു തരുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ 14 വലിയ ത്രികോണങ്ങളുണ്ട്, എല്ലാ സൗഭാഗ്യത്തെയും നൽകുന്നു എന്നാണ് പറയുന്നത്. പിന്നെ 8 താമര ഇതളുകളുണ്ട്, അത് മനസ്സിൻ്റെ വിക്ഷോഭങ്ങളെയെല്ലാം ഇല്ലാതാക്കുന്നു എന്ന്. പിന്നെ 16 താമര ഇലകളുണ്ട് അതിന് ചുറ്റുമായിട്ട്, അത് എല്ലാ ആഗ്രഹങ്ങളെയും നൽകുന്നു എന്ന് പറയുന്നു. പിന്നെ വൃത്തത്രയം, അതിന് മേഖലാത്രയം എന്നാണ് പറയുക. പിന്നെ 4 വാതിലുകളോട് കൂടിയ ഭൂപുരത്രയം. ഇതിന് പല തത്വങ്ങളും ഇവിടെ സമന്വയിച്ചിട്ടുണ്ട്. അതായത് ചിലത് 51 എന്നൊക്കെ പറയുന്നുണ്ട്, അത് നമ്മൾക്ക് നോക്കണ്ട, നമ്മൾ 44 പഠിച്ചിന്. അപ്പോൾ അതുകൊണ്ട് ബിന്ദു, ത്രികോണം, അഷ്ടകോണം, 2 ദശകോണങ്ങൾ, ചതുർദശകോണം, അഷ്ടദള പത്മം, ഷോഡശദള പത്മം, പിന്നെ 3 വൃത്തങ്ങൾ, 4 ഭാഗത്തും വാതിലോടുകൂടിയ ഭൂപുരത്രയം എന്നിവയോടുകൂടിയ പരദേവതയുടെ ഈ ശ്രീചക്രം നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ശ്രുതിയിലും ഇതിലൊക്കെ പറയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന അഷ്ടദളം, ഷോഡശദളം, മേഖലാത്രയം, ഭൂപുരത്രയം എന്നീ ശിവചക്രങ്ങൾക്ക് ത്രിരേഖാ സംഗമസ്ഥാനമില്ലെങ്കിലും അവയ്ക്ക് വാചനീകമായ മർമ്മസംജ്ഞയുണ്ട്. ചന്ദ്രജ്ഞാനവിദ്യയിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചക്രവിദ്യയുടെ പ്രസാദം നിമിത്തമാകുന്നു എല്ലാ ദേവന്മാരും ദേവതകളെല്ലാം അവരുടെ സ്ഥാനത്തെ പ്രാപിക്കുന്നത് എന്ന് പറയുന്നു. ഈ ശ്രീചക്രം മഹാലക്ഷ്മിയുടെ വാസഗൃഹമാകുന്നു എന്ന് പറയുന്നു. അതിങ്കൽ തന്നെ സദാശിവനും വസിക്കുന്നു എന്ന്. ശ്രീചക്രം മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ ദേവത എന്നുള്ള അർത്ഥം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. അതുകൊണ്ട് ലക്ഷ്മിയുടെ ദേവിയുടെ വാസസ്ഥാനമാകുന്നു എന്നാണ് പറയുന്നത്. ഹരിയോ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാം പ്രകൃതേൻ സ്വഭാവാൻ കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ഓം തത്സത്. ഓം സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യേ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.